വനിതകളുടെ കായിക ഇനങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സ് അത്ലറ്റുകളെ പങ്കെടുപ്പിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് ഒപ്പുവച്ചു. വനിതകളുടെ കായിക ഇനത്തിൽ ട്രാൻസ്ജെൻഡറുകൾ പങ്കെടുക്കുന്നത് സ്ത്രീകളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയിൽ സ്ത്രീയെയും പുരുഷനെയും മാത്രമായിരിക്കും ലിംഗവിഭാഗങ്ങളായി അംഗീകരിക്കുകയെന്ന് ട്രംപ് അധികാരമേറ്റ നിമിഷം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച നിർണായക എക്സിക്യൂട്ടീവ് ഓർഡറാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് ഒപ്പിട്ടത്. ഉത്തരവ് പ്രകാരം വനിതകളുടെ കായിക മത്സര ഇനങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് പങ്കെടുക്കാനാവില്ല. സ്ത്രീകളുടെ സ്വകാര്യതയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ തീരുമാനം. ഉത്തരവിന് വിരുദ്ധമായി നിലപാടെടുക്കുന്ന സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കും. ഫണ്ട് നിഷേധിക്കാൻ സർക്കാർ ഏജൻസികൾക്ക് അധികാരമുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. രാജ്യത്തിന്റെ വനിതാ അത്ലറ്റുകളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള നടപടിയെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഉത്തരവിനോട് പ്രതികരിച്ചത്. ലിംഗപദവി ജനിക്കുമ്പോൾ തന്നെ തീരുമാനിക്കപ്പെടുന്നു എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. സ്ത്രീകളുടെ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന രൂക്ഷമായ തർക്കം ഇതോടെ അവസാനിച്ചതായും ട്രംപ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് പിന്തുണ ഉറപ്പാക്കുമെന്നും പ്രതിരോധ സെക്രട്ടറി ഉറപ്പു നൽകി. ഹമാസ് സംഘർഷകാലത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ പ്രതിരോധ സെക്രട്ടറി അഭിനന്ദിച്ചു. യുഎസിന്റെ പശ്ചിമേഷ്യയിലെ മികച്ച പങ്കാളിയാണ് ഇസ്രായേലെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അറിയിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ചർച്ചയിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ഇസ്രായേൽ ഹമാസ് യുദ്ധവേളയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ പ്രതിരോധ സെക്രട്ടറി അഭിനന്ദിച്ചു. ഇസ്രായേലിന് മികച്ച ആയുധ സൈനിക പിന്തുണകൾ നൽകുന്നതിനുള്ള നീക്കങ്ങളുടെ കൂടി ഭാഗമായാണ് പ്രതിരോധ സെക്രട്ടറിയുമായി നടന്ന ചർച്ച. നിലവിൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി മെഡിറ്ററേനിയനിൽ അമേരിക്കയുടെ കൃത്യമായ സൈനിക സംവിധാനങ്ങളുണ്ട്. മെഡിറ്ററേനിയനിലെ പടക്കപ്പലുകൾ തുടരുന്നതിനും ചെങ്കടലിലെ ഹൂതി വിമതരുടെ സാന്നിധ്യം പ്രതിരോധിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നതിന് ചർച്ചയിൽ ധാരണയായി എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ട്രംപുമായി നടന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ചയിൽ ഹൂതി വിമതരെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ പെടുത്തുമെന്നും അറിയിച്ചിരുന്നു. ചർച്ചകളിൽ സുപ്രധാനമായും വിഷയമായത് ഇറാൻ പിന്തുണയോടെ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളും അനുബന്ധ സംഘർഷങ്ങളുമാണ്. പശ്ചിമേഷ്യയ്ക്ക് ഇറാൻ വെല്ലുവിളിയെന്ന് ഇരു നേതാക്കളും അംഗീകരിച്ചു. ഇസ്രയേലിന് സൈനിക ശക്തി ഉറപ്പാക്കി മേഖലയിലെ സമാധാനത്തിന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനും ഇരു നേതാക്കളും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.